ഏത് നാഴികയിലാണ് കർത്താവ് വരുന്നത് എന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട് ഒരുങ്ങി ഉണർന്ന് ആയി. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ശിഷ്യന്മാർ ദേവാലയത്തിൻ്റെ പണി കാണിക്കുവാൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് അവരോട് ഇങ്ങനെയാണ് പറയുന്നത്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 24-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു തുടക്കം. താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും, യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ തൻ്റെ അടുക്കൽ വന്നിട്ട് അതെപ്പോൾ സംഭവിക്കുമെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് യേശു കുറേ കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ട് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നത്. യേശു കർത്താവ് പറയുകയാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. രണ്ട് കാര്യം കർത്താവ് പറയുന്നു. ഒന്ന്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമ്പോൾ ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. അതോട് ചേർന്ന് തന്നെ കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരവം അത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നോക്കിക്ക്, ഒത്തിരി കാര്യങ്ങൾ യേശു കർത്താവ് തൻ്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളങ്ങളും ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിനുമുള്ള മറുപടിയായിട്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എടുത്ത് ആവർത്തിച്ചു ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അധ്യായത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുൻപ് കൂടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. കർത്താവ് പറയുകയാണ്, ഒത്തിരി കള്ളക്രിസ്തുക്കൾ കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് അവിടെ ക്രിസ്തുവുണ്ട്, മരുഭൂമിയിലുണ്ട്, അറയിലുണ്ട്, പല കാര്യങ്ങളും നിങ്ങളോട് പറയും. പക്ഷെ നിങ്ങളത് വിശ്വസിക്കരുത്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഒത്തിരി സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് നടക്കുന്നതായിട്ട് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. വീണ്ടും നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. വീണ്ടും കർത്താവ് ഒരു അത്തിയുടെ ഉപമ എടുത്തിട്ട് പറയുകയാണ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവേൻ. ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് ഒരു അത്തിയെ ഉപമിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുകയാണ്. അതിൻ്റെ ഇലകളെ കാണുമ്പോൾ ലോകത്തിൽ ഉള്ള വ്യക്തികൾ ചില കൺക്ലൂഷനിലേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ ഈ സംഭവങ്ങളെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യപുത്രൻ വാതിൽക്കലാണ്. അതുപോലെ തന്നെ കർത്താവ് മറ്റൊരു കാര്യം പറയുന്നത്, ഒരു കള്ളൻ ഒരു ഭവനത്തിലേക്ക് കയറുന്നത് അവിടുത്തെ യജമാനൻ അറിയുന്നു എങ്കിൽ മുൻപ് കൂട്ടി തന്നെ വളരെ കരുതലോടെ ആയിരിക്കും. അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവ് ഒരു കള്ളനെ പോലെ ആയിരിക്കും എന്ന് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് പറയുകയാണ്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പ് കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. എന്നിട്ട് കർത്താവ് പറയുക, 2 പേർ വയലിലുണ്ടായിരിക്കും, അതിൽ നിന്ന് ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാളെ ഉപേക്ഷിക്കും. 2 പേർ ഒരേ തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റുള്ളവളെ ഉപേക്ഷിക്കും. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ഇതിനോടനുബന്ധിച്ച് പറയുകയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നത്, കളരെ പോലെ കർത്താവിൻ്റെ വരവ് വരും.
അതുകൊണ്ട് ഏത് നാഴികയിലാണ് കർത്താവ് വരുന്നത് എന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട് ഒരുങ്ങി ഉണർന്ന് ആയിരിക്കണം. വീണ്ടും താഴോട്ട് കർത്താവ് പറയുകയാണ്, യജമാനൻ വരുമ്പോൾ എല്ലാം ചെയ്യുന്ന ഒരു ദാസനെ യജമാനൻ സകലത്തിനും മേൽവിചാരകനാക്കി വെക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നമ്മുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും വിശ്വസ്ത ദാസരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ ചെയ്യട്ടെ. ഈ വശങ്ങളാൽ കർത്താവ് ഇവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.